മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? മക്കളിക്ക് സുഖമാണ് കേട്ടോ. ഇന്നത്തെ മക്കളുടെ വീഡിയോ എന്താണെന്ന് അറിയാമോ? നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കിയിട്ട് വരാതെ. ഞാൻ ആദ്യം പറിക്കാൻ പോകുന്നത് ടൊമാറ്റോ ചില്ലിയാണ്. ഇത് പഴുത്തിട്ടാണ് പറിക്കേണ്ടത്. കണ്ടോ അയ്യോ അടിപൊളിയായിട്ടില്ലേ ടൊമാറ്റോ ചില്ലി. കണ്ട എരിവില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഏറ്റവും താഴെ നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ, വിത്തിന് നിർത്തിയിരിക്കുക. ഇത് കേട്ടോ സൂപ്പർ ആയിരിക്കുന്നില്ലേ? അങ്ങോട്ടിടാം കേട്ടോ. ഇത്ര എണ്ണം ടൊമാറ്റോ ചില്ലി. ഇനി അടുത്ത വെറൈറ്റിയിലേക്ക് പോകാം കേട്ടോ. ഇതും അതുപോലെ എരിവുള്ള സാധനം, പക്ഷെ അത്രയും വലിപ്പമില്ല, ഇച്ചിരി ചെറുതാണ്. അടുത്ത് നമ്മുടെ സാധാരണ മുളക് കളഞ്ഞു കിടക്കുക. ഞാൻ ഓണസദ്യക്ക് കുറേ എണ്ണം ഞാൻ പറിച്ചു. നല്ല എരിവുള്ളത് കേട്ടോ. ഇത്ര എണ്ണം കിട്ടി. അപ്പോൾ എരിവുള്ള മുളക് ഇത് തന്നെ ഇത്ര കിട്ടി. ഇപ്പം അടുത്തത് ഇനി എണ്ണം പൊട്ടി. ഇത് ഞാൻ ഒരെണ്ണം വിത്തിന് നിർത്തുക. കാര്യം എനിക്കത് വേറെ വിത്തൊന്നും ഇരിപ്പില്ല. ഇപ്പുറത്ത് മുളകെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് വളഞ്ഞ് നോക്കി മാത്രം പറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണേ പറിച്ചിട്ടുള്ളൂ. 2 എണ്ണം വിത്തിന് നിർത്തി, ബാക്കിയൊന്നും വിളഞ്ഞില്ല. ഇത് സ്വീറ്റ് പെപ്പറാണ്. നല്ല മൂത്ത് വയ്ക്കുക കേട്ടോ. നല്ല മുട്ട മുളകല്ലേ. ഇനി അടുത്തത് നമ്മുടെ പോർച്ചുഗൽ ചില്ലി. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ടേ രണ്ടിൽ എന്തൊരു നീളമാണെന്ന് നോക്കാം. 2 2 വന്നേ. ഒന്ന് നീളമുള്ളതും 2 എണ്ണം പോർച്ചുഗലും. ഇതിൻ്റെ നീളം കണ്ട അയ്യോ. ഇനി അടുത്ത ഇനം പലതും പല വെറൈറ്റിയാണ് കേട്ടോ. ഇത് 2 2 ഇനമാണേ. ഇത് കണ്ടില്ലേ, അതൊക്കെ ഇച്ചിരി വിളയണം. നീളം കൊണ്ടിരിങ്ങി വളഞ്ഞങ്ങ് പോവുക. വല്ല പണ്ടാരണ്ട് പറഞ്ഞാൽ അങ്ങ് നമ്മുടെ അപ്പച്ചന്മാർ കുത്തി നടക്കുന്ന വടി പോലെ അങ്ങ് വളഞ്ഞു പോകുന്നു. കാലംകൊടയുടെ വടി പോലൊക്കെയാ ഒടിഞ്ഞും പോകും. ഇതിന് എന്താ അത് നമുക്ക് മുറക്കിലോട്ടിടാം. ഇത് വേറൊരെണ്ണം വന്നേ. ഒരെണ്ണം നല്ല വളഞ്ഞു അധികം പറിച്ചേക്കാൻ കേട്ടോ. ഒരെണ്ണം ഉണ്ടായുള്ളൂ കേട്ടോ. നിറയെ പൂ വരുന്നുണ്ട്. ഇങ്ങോട്ടിടാം എല്ലാം കൂടെ. ഇതിലെ മുളക് കണ്ട ഉണ്ടമുളക് പോലെ നല്ല എരിവെള്ളം പറഞ്ഞില്ലേ, കാണിക്കാതെ കണ്ട ഇത്. അപ്പോൾ ആ മുളകേന്ന് ഇതാ അത്രയും കിട്ടി. മുറന്നറിഞ്ഞു. ഇനിയിപ്പം അടുത്ത പാത്രം എടുക്കണം എന്നാണ് തോന്നുന്നത്. ഇനി വേറെ ഉണ്ട് കേട്ടോ പറിക്കാം നമുക്ക്. ഇത് വേറൊരു വെറൈറ്റി കണ്ടോ. എത്ര വെറൈറ്റി ആയി ഇപ്പം മുളക്, കുറേ വെറൈറ്റി ആയില്ലേ. ഇതൊക്കെ എരിവുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഇനം കാന്താരി തന്നെയാ. പൊടിയെന്ന് പറഞ്ഞാൽ തീരെ ഇത്രയും പൊടി ഞാൻ കണ്ടിട്ടുണ്ട്. 4 കുഞ്ഞതാണെങ്കിലേ നല്ല എരിവുണ്ട്. ഇത് കണ്ട കയ്യിൽ പിടിക്കാൻ പോലില്ല, അത്രയും ചെറുത് കണ്ടോ. ശരി കിട്ടിയതാട്ടില്ലേ കളയണ്ട. കാന്താരി വെറൈറ്റികൾ. ഇത് വെള്ളക്കാന്താരി, കാന്താരിയെല്ലാം ഞാൻ എടുത്ത് മുറത്തിലോട്ടിട്ട് പച്ചക്കാന്താരി നല്ല വളഞ്ഞു നിൽക്കുക. നമ്മൾ പറിക്കുമ്പം മറ്റു തണ്ടുകളൊന്നും പോകാതെ സൂക്ഷിക്കണം. ഇതും കണ്ടോ ക്യാപ്സിക്കമാണ്. ഇത് ഇച്ചിരി ചെറുത്, നമ്മുടെ ഉണ്ടമുളകിൻ്റെ ഒക്കെ ഷേപ്പ് നല്ല മൂത്ത് നിൽക്കുക. അപ്പോൾ ഇത് നമുക്ക് പറിച്ചേക്കാം. അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ടോ. നല്ല മുട്ടൻ പച്ചമുളക് കേട്ടോ. ഇത്ര എണ്ണം. നല്ല എരിവുമുണ്ട്, നല്ല വലിപ്പമുണ്ട്. നീളം കുറവാന്ന്. ഇനിയും കാണിക്കാൻ പോകുന്നതേ കഴിഞ്ഞ വർഷം ഇത് നിറയെ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന്റെ നീളം കണ്ട അമ്മോ എന്തൊരു വലിപ്പമെന്നറിയാമോ. ഇത് അനക്കൈ മുളകാ കേട്ടോ. ഇതിന്റെ പേര്. അയ്യോ നീളം കണ്ടോ. നല്ല വെയിറ്റാ. ഓഫ് കളഞ്ഞിട്ടില്ല. ഇത് രണ്ടും കുറേ എണ്ണം കിടപ്പുണ്ട്. അടുത്തൊരു വെറൈറ്റി നമ്മൾ ബജിമുളക് എന്നൊക്കെ പറയും. ഇതിന്റെ എണ്ണം തന്നെ. അതിന്റെ പുറകെ നിൽക്കുന്നത് വേറൊരു ടൈപ്പ് കണ്ടോ. ഇത് കൊടയുടെ അറ്റം പോലെ ഇങ്ങനെ മണ്ട ഇങ്ങനെ ഇരിക്കും. ക്യാപ്സിക്കത്തിന്റെ അടിഭാഗം ഇരിക്കുന്ന പോലെ കേട്ടോ. മുളക് മാത്രം പറിച്ചപ്പോഴേ എൻ്റെ മുറ നിറഞ്ഞതാ. അടുത്തെല്ലാം കൂടെ അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇനി മറ്റുള്ളതൊന്നും എടുത്തിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ട് പറിക്കാന്. മക്കളെ അമ്മക്കിളിയുടെ മുളകിന്റെ കളക്ഷൻസ് എല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം. മറന്നു പോകരുത്.